ഹലോ. വിഷു ദിവസമാണ് കേട്ടോ അത്. ഞാൻ ഇൻട്രോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് ഇപ്പോൾ നാട്ടിലെത്തിയതാണ്. നാട്ടിലാണ് വിഷുവേല. അപ്പോൾ ഇത് വൈകിട്ട് ഞങ്ങളുടെ അടുത്ത് എക്കിക്കാവ് എന്ന് പറയും. കുഞ്ഞൊരു കാവാണ്. അവിടുത്തെ വേലയാണ് കേട്ടോ വിഷുവേല. എത്രയോ കാലം മുമ്പ് കണ്ടിട്ടുള്ളതാണ്. എത്രയോ കാലം ചെറുതാവുമ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയതിന് ശേഷം കണ്ടിട്ടേ ഇല്ല, എത്ര കാലങ്ങൾ മുമ്പ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് വരുമ്പോഴേക്ക് തന്നെ ഇതാ വഴിയിലെത്തിയപ്പോഴേക്ക് തന്നെ നേരെ കാവലിക്കാൻ വന്ന, വീട്ടിൽ പോവാതെ. അപ്പോൾ ഇതാ അപ്പോഴേക്കന്നെ ഇതാ ഓരോ വേലകളായിട്ട് വരുന്നു. കണ്ടോ, ഇവിടുത്തെ ഒരു ഇതാ നോക്കി നോക്കൂ, കണ്ടില്ലേ? നമ്മളുടെ വേലയിലാണ് മുസ്ലിം കുട്ടികളാണ്, കണ്ടില്ലേ? അതിൽ കാളയുടെ കൂടെ അവർക്ക് ഇവിടെ അതാണ് ഞങ്ങളുടെ പെരുന്നാളാവട്ടെ, നമ്മളുടെ വിഷു ആവട്ടെ, ഓണാവട്ടെ, എല്ലാം ഒരേ മാതിരിയാണ് ഞങ്ങൾ ആഘോഷിക്കാറ് ഇവിടെ കേട്ടോ. അത് കാരണം എനിക്കൊക്കെ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇത്രയും വ്യത്യാസം കാണുമ്പോൾ ഭയങ്കരമായിട്ട്, ഈവൻ പാലക്കാട് തന്നെ ഞങ്ങളുടെ ആൾക്കാർ നിങ്ങളുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ മാതിരി തോന്നും. കാരണം നമ്മളുടെ ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് അങ്ങനെയല്ല. ഇതാ അപ്പോഴേക്ക് ഇതാ കാവലിക്ക് ഇറങ്ങിയിട്ട് ഓരോരോ വേലകളായിട്ട് വന്നിട്ട് ഇവിടെ കളിച്ചിട്ട് പോവും. അതാണ്, അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാ ചെറിയ കാവുകളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, തായമ്പകയും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഗംഭീര തായമ്പകം തന്നെയാണ് കേട്ടോ. വലിയ ആൾക്കാരൊക്കെ തന്നെ വരുത്തുക. ഇവിടെ വേലയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, പൂരമൊന്നുമല്ല, വേല. അവിടെ ഗംഭീരമായിട്ട് ആൾക്കാർ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ പറമ്പിൽ, ഇത് ഒരു പാടത്തിൻ്റെ നടുവിലാണ്. അത് കാരണം നിറയെ സ്ഥലമുണ്ട്. ആ പാടമൊക്കെ കൊയ്ത് കഴിഞ്ഞതുമാണല്ലോ. അപ്പോൾ ഇപ്പോൾ കൃഷി നടത്തണ്ടോന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോഴത്തെ കാര്യമാണേ പറയണത്. സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ പാടത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അറിയില്ല, ഇപ്പോൾ നല്ല പറമ്പായി കിടക്കുക തോന്നുന്നു. അപ്പോൾ എന്തായാലും വലിയ പറമ്പൊക്കെ ഉണ്ട്. ആ വേല വന്ന് ഒരു വേല വന്ന് നിൽക്കുന്നുണ്ട്. ഒരു വേല ഞാൻ വരുമ്പോൾ കാണിച്ചില്ലേ, അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 4 വേലയോ 5 വേലയോ മറ്റേ ഉള്ളൂ ഇവിടെ. ചെറിയൊരു ഇതാണ്. അപ്പോൾ ഇവിടെ പഞ്ചവാദ്യം നടക്കുന്നുണ്ട്, അവിടെ തായമ്പക നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതവിടെ സാധാരണ ഒരു വേലയ്ക്കുള്ള എല്ലാവിധ സാധനങ്ങളും. വിഷു ദിവസം നല്ല രസമാണ്. വിഷു ദിവസം വൈകുന്നേരം ഇവിടെ ഞങ്ങളുടെ വലിയമ്മയുടെ വീടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഈ വേലയ്ക്കുണ്ട് വരുന്നതിൻ്റെ മുമ്പേ നമ്മൾ അവിടെ പോകും. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കൊക്കെ എന്താ സന്തോഷം വെച്ചാൽ അവിടുന്ന് വലിയച്ഛനും അവരുടെ മക്കളും ഒക്കെ ഓരോ രൂപയാണ് അന്നൊക്കെ അല്ലേ, വിഷുവിനായിട്ടൊക്കെ ഓരോ രൂപയാണ്. എന്നാൽ പോലും അത് നല്ല പുത്തൻ നോട്ടൊക്കെ അങ്ങനെ തരും. അപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു അറിയാം അതൊക്കെ. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ചിലവാക്കണമെന്ന് എങ്കിലേട്ട് അമ്മ അപ്പം വാങ്ങിയിരിക്കും. അതും സങ്കടമാണ്. എന്തെങ്കിലുമൊക്കെ വാങ്ങണം, ഐസും ഒക്കെ വാങ്ങണം, കോലൈസൊക്കെ ഇല്ലേ അന്ന്, ഞാൻ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും തന്നിട്ടില്ല. അന്നി കണ്ടത് വാങ്ങിയിട്ട് പൈസ കളയും വന്നിട്ട്. അപ്പോൾ ഇവിടെ ആന ഫൈബറിൻ്റെയാണ്. ആന പാടില്ല. ഈ കുഞ്ഞു കാവുകളിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, ആന ഉണ്ടാവില്ല. വലിയ വലിയ കാവുകളിലുണ്ടാവും കേട്ടോ. പക്ഷെ ചെറിയ കാവുകളിലൊക്കെ ആനയെ പേടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഫൈബറിൻ്റെയാണ്, ഒരു എഴുന്നള്ളത്ത് എന്നുള്ള മാതിരി കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഇവിടെ ഉണ്ട്, ശ്രീകുറുമ്പക്കാവിലുണ്ട്, അവിടെയും കാണിച്ചു തരാം. അവിടെയും ഇത് ഇങ്ങനത്തെ ആന തന്നെയായിരിക്കും, ഫൈബർ ആന. മുമ്പൊക്കെ കമ്പിളി ആനയായിരുന്നു, കമ്പിളി കെട്ടി അങ്ങനല്ലേ, അതായിരുന്നു കേട്ടോ. അപ്പം എന്താ ശരി, കുറച്ച് കൊട്ട് കേട്ടോളൂ. ഇത് കണ്ടോ, അവിടെ കൊട്ടെല്ലാം കഴിയുമ്പോഴേക്ക് ഒരു 9:30 അങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് ഇവിടെ ഈ കമ്പം കൊളത്തും. ഇവിടെ ഇത് ഒറ്റൊന്നേ ഉള്ളൂ കേട്ടോ. മറ്റേ ഞാൻ വടക്കന്തരയൊക്കെ കാണിച്ചില്ലേ, 8-9 കമ്പങ്ങളുണ്ടാവും. അത് കമ്പക്കാലം എന്നും ഉണ്ടാവും അവിടെ. ഇത് എപ്പോഴും ഒന്നും ഉണ്ടാവില്ല. ഇത് ഈ വേലയ്ക്ക് വേണ്ടി മാത്രം കമ്പം ഉണ്ടാക്കിയിരിക്കുകയാണ്. പട്ട എല്ലാം കെട്ടി അതിൻ്റെ ഉള്ളിൽ നിറയെ ഓലപ്പടക്കം ഉണ്ടാവും. വേറെ വലിയ വലിയ ഇതൊന്നും അല്ല കേട്ടോ, ഓലപ്പടക്കം സാധാരണ. അവിടെ ഇതാ വേല നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഈ കമ്പം കൊളത്തും. അതൊരു എന്താണ്, ഒരു പ്രാർത്ഥന മാതിരിയാണ് കേട്ടോ. ഈ കമ്പമുണ്ടല്ലോ, ഈ പട്ടക്കമ്പം, അതിനുണ്ട് കഥയൊക്കെ കേട്ടോ. മുമ്പ് ഏതോ ഒരു എന്താണ് ആള് ഭഗവതിക്ക് ചൂട്ട് കാണിച്ചു കൊടുത്തു, പട്ടച്ചൂട്ട്. അതിൻ്റെയൊക്കെ ഓർമ്മയ്ക്കാണ് എന്നൊക്കെയാണ് പറയണത്. ഓരോരോ കഥ വേണമല്ലോ എല്ലാറ്റിനും അല്ലേ. ഇതാ കണ്ടോ, കമ്പം കൊളത്തി. അപ്പോൾ അതിലത്തെ പടക്കങ്ങൾ കൊട്ടുകയും ചെയ്യും. വലിയ വലിയ ഗുണ്ടൊന്നുമല്ല, സാധാരണ ഓലപ്പടക്കം. അതിൻ്റെ പുറത്ത് പട്ട കെട്ടിയിട്ടാണ്, പനമ്പട്ടാട്ടോ അത് കെട്ടി ആണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഞാനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, ശരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഈ വേല കഴിയണവരെയൊന്നും നമ്മളെ നിർത്തിയിട്ടൊന്നുമില്ല. ചെറിയ കുട്ടിയാകുമ്പോഴേ ഏട്ടന്മാരൊക്കെ നിൽക്കുമായിരിക്കും, പക്ഷേ നമ്മളെയൊക്കെ നിർത്തിയിട്ടൊന്നുമില്ല. അത് കാരണം ഇത് ആദ്യമായിട്ടാണ് ഇത്ര കാലത്തിൽ ഞാൻ കാണുന്നത്. അപ്പം ശരിയെന്ന് വിചാരിച്ചു എടുക്കാമെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ തായമ്പക ഇവിടെ നടക്കുന്നുണ്ട്.
ഇത് ഇപ്പോൾ തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ. തായമ്പക കഴിഞ്ഞു, കമ്പം കത്തി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഈ പുറത്തുനിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഡാൻസും ഒരേമാതിരി ഡ്രസ്സെല്ലാം ഉണ്ടാവും. പിന്നെ അങ്ങനെ സിനിമ പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യും. ഇതൊന്നും മുമ്പൊന്നും ഇല്ല, ആലോചിക്കാൻ പോലും പറ്റില്ല മുമ്പത്തെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിപ്പോൾ എല്ലാവിടെയും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഓരോ ഇതാണ്ടില്ലേ, ഇവരെയും കൊണ്ടുവന്നിരിക്കുകയാണ്. ഓരോരോ വേലയ്ക്കും ഇവർ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ടേ മയിലാട്ടം അല്ലേ, മുമ്പൊക്കെ വെറും തട്ടുമ്പ് കുത്തുന്നോ എന്തൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാണ്. ഇങ്ങനെ എല്ലാവിടെയും കാണാറുണ്ട് ഓരോരോ തരം ആട്ടങ്ങൾ. അപ്പോഴേക്ക് ഇപ്പോൾ കണ്ടോ ഈ കുട്ടികളെല്ലാം വേല സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള കുട്ടികളാണ്. ഓരോരോ വേലകളാണേ, ഓരോ സ്ഥലത്തെ ഞാൻ പറഞ്ഞില്ലേ 4-5 വേലകൾ. അപ്പോൾ ഈ പെൺകുട്ടികളും ഇങ്ങനെ കുഞ്ഞു കുട്ടികളല്ലേ, അവരിങ്ങനെ കുഞ്ഞു കുട്ടികളെ പറഞ്ഞാൽ ഒരു നല്ല പ്രായത്തിലുള്ള കുട്ടികളല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ കൂടെ ഒന്നും പറയാൻ പറ്റില്ല, കുടിച്ചിട്ട് ആൾക്കാർ കയറിയിട്ട് അവരുടെ കൂടെ ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങിയാലോ. അപ്പോൾ നോക്കിയാൽ അവരെല്ലാവരും കൈ കെട്ടി കൈ പിടിച്ചിട്ട് ഒരു മതിൽ മാതിരി മനുഷ്യമതിൽ ഉണ്ടാക്കിയിട്ടാണ്, കണ്ടില്ലേ അവിടുത്തെ ഏട്ടന്മാരും മാമന്മാരും ഒക്കെ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം, എന്നാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ഇതാ വേറെ വേല വരണു. ഇങ്ങനെ ഓരോരോ ഇരട്ടക്കാളകളും അങ്ങനെ കാളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും. അവിടെ കണ്ടില്ലേ മയിലാട്ടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ വേലകൾ. ഒരു നാടൻ വേല അല്ലേ, നാടൻ വേല. അതാ കണ്ടോ വെള്ളം കൊടുക്കാൻ വരുന്ന ആൾക്കാർ. ഇതൊക്കെ ആണുങ്ങൾ തന്നെയാണ് കേട്ടോ. ആണുങ്ങൾ അല്ലാണ്ട് പെണ്ണുങ്ങൾക്ക് ഇത്രയൊന്നും നേരം ഇങ്ങനെ മയിലാട്ടമൊന്നും ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. കണ്ടില്ലേ കുട്ടികൾ കളിക്കുമ്പോൾ കണ്ടോ മനുഷ്യ മതിൽ തീർത്തിട്ട് നിൽക്കുന്നത്. അതൊക്കെ ഒരു സുരക്ഷയാണല്ലോ, കുട്ടികൾക്ക് സന്തോഷം. അതൊന്നും തുള്ളുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇവരെല്ലാവരും അതിൻ്റെ ഇടയിൽ കൂടെ ആരെയും നുഴഞ്ഞു കയറാനേ ഇല്ല. മറ്റത് അങ്ങനെയല്ലേ, എല്ലാവരും വേലയ്ക്ക് വരുന്നവരൊന്നും പറയാൻ പറ്റില്ല ഏത് രൂപത്തിലാണ് വരുന്നതെന്നേ. അപ്പം അതൊരു സുരക്ഷയാണ് അല്ലേ. കണ്ട് ചെറിയ കുട്ടികളെ കടത്തി വിടുക കളിച്ചോളാൻ പറഞ്ഞിട്ട്. അതൊക്കെയാണ് ഇവിടുത്തെ സ്നേഹം, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര എല്ലാവിധ ആൾക്കാരും ഉണ്ടാവും. അല്ലാണ്ട് ഇന്ന ജാതിക്കാർ ഇന്ന മതക്കാരൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഇവിടെ ഒരേമാതിരി ആഘോഷിക്കുക ചെയ്യുന്നത്. അവരുടെ എല്ലാം വേലകളും ഉണ്ടാവും. അവർ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും തമ്മിൽ. അങ്ങനെ ഇനി ഒരു വേലയും കൂടി ഇറങ്ങി വരാനുള്ളൂ. അത് വന്നിട്ട് ഇതേ തന്നെ പരിപാടി. കണ്ടില്ലേ എന്താ DJയും ഒക്കെ അല്ലേ. മുമ്പൊന്നും ഇങ്ങനെ പരിപാടിയേ ഇല്ല. അപ്പം എന്നാൽ ശരി, നുമ്മ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഹലോ, എല്ലാവർക്കും വിഷു ആശംസകൾ. നാട്ടിലാണ്, കണ്ട മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ, നാലുപുറം. അപ്പോൾ ഇവിടെ ആവുമ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ വിഷുവേലയുണ്ട്. വിഷു ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ അടുത്തുള്ള കാവുകളിൽ കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് കാണിക്കാനുണ്ടാവും അല്ലേ. നമ്മൾ അവിടെ ആവുമ്പോൾ എന്തൊരു ഈച്ചറിയോ, അവിടെ ആവുമ്പോൾ ഈച്ചയില്ല കേട്ടോ, നൊഴമ്പ്. അത് ഈ ചക്കണ്ട് പ്ലാവാണ് നിൽക്കണതേ. അപ്പം അതിലൊക്കെ നൊഴമ്പ് വന്ന് അതാണ് മുഖത്തിൻ്റെ 4 പുറം അങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ശരി, അപ്പോൾ കുറച്ച് വേല കാണിക്കാം അല്ലേ. അപ്പം നാട്ടിൻപുറം കാണിക്കണമെങ്കിൽ ഞാൻ കുറേ കാണിച്ചിരിക്കണു അല്ലേ, എൻ്റെ നാടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതെവിടെയൊക്കെ ചക്കയൊക്കെ ഇപ്പോൾ ആവണേ ഉള്ളൂ കേട്ടോ. വയ്യ, തൊണ്ടയ്ക്ക് വയ്യ. എന്നാലും വെയിലത്ത് പോയിട്ട് കാണിച്ചിട്ടേ ഉള്ളൂ കാര്യം. അപ്പോൾ കുറേ ഫ്രണ്ട്സിനെ കാണാം. അതാണ് നമ്മുടെ നാട്ടിൽ വന്നുള്ള ഗുണങ്ങൾ അല്ലേ. മുമ്പ് സ്കൂളിലൊപ്പം പഠിച്ചവരെയും എല്ലാം കാണാമല്ലോ. അപ്പം അങ്ങനെ ആരെയൊക്കെയാണ് കാണുന്നതെന്നൊക്കെ നോക്കട്ടെ. അപ്പം എല്ലാവർക്കും ഒന്നുകൂടി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു വിഷു ആശംസിക്കുന്നു. കഴിഞ്ഞ കൊല്ലം ഞാൻ വിഷുവിൻ്റെ ഇവിടുന്ന് ചക്കയും മാങ്ങയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ. ഇപ്രാവശ്യം ഒന്നും ആയിട്ടില്ല, എല്ലാം കമ്മിയല്ല, വരാൻ പോണേ ഉള്ളൂ. ചക്കയൊക്കെ ഇത്രച്ചേ ഉള്ളൂ. കഴിഞ്ഞ തവണയൊക്കെ പഴുത്തത് കിട്ടി ആ സമയത്ത്. അതേമാതിരി പറങ്കിമാങ്ങ കിട്ടി. പറങ്കിമാങ്ങ അതെ ഇപ്പം പച്ചയായിട്ടാണ് നിൽക്കണേ. അപ്പം എന്നാൽ ശരി കേട്ടോ, എൻ്റെ കൂടെ ഇങ്ങനെ നടക്കൂ, വിഷുവേല കാണാം, എല്ലാം കാണാം. ഇപ്പം രാവിലെ കാവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ വേഷ്ടി മുണ്ടോ കൊടുത്ത് തന്നീന്നെ. ഇത് കാവിലേക്ക് പോണ വഴിയാണ്. പൊരിച്ചാക്കുകളൊക്കെ വന്നിങ്ങനെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതാ കേട്ടോ കാവ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ പാടങ്ങളാവുക കാരണം ഈ ഓരോ കാവിലും കേട്ടോ, ഇന്നലെ കാണിച്ചേക്ക് കാവുമാരിയല്ല, അത് കുറച്ചും കൂടി വലിയ ഇതാണ്, ആ കാവാണ്. പിന്നെ വേലയും കുറച്ചും കൂടി വലുതായിരിക്കും. അപ്പോൾ അത് പോണവർക്ക് മുഴുവനെ അറിയാം നമ്മളെ, കാരണം നമ്മുടെ വീട്ടുകാരും ബന്ധുക്കളും തന്നെയാണ് അധികവും ഈ സ്ഥലത്തുണ്ടാവുക. അതൊക്കെയാണ് നമ്മുടെ നാടും അല്ലേ, ആ ഒരു വ്യത്യാസേ. നമ്മൾക്കിപ്പോൾ പാലക്കാട് എത്ര കാലമായി താമസിക്കാൻ തുടങ്ങിയിട്ടും ടൗണിൻ്റെ അവിടെ നമ്മൾക്ക് ആ ഒരു നമ്മുടെ എന്നുള്ള തോന്നൽ വരില്ല.
അപ്പോൾ ഇതാ വലിയ കരിവേഷം, കുഞ്ഞൻ കരിവേഷമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ ആ ദൂരത്ത് കണ്ടോ ഒരു ഇരമ്പന, അതിൻ്റെ മുകളിൽ നിന്നുണ്ടല്ലോ പരുന്തിൻ്റെ ശബ്ദം കേൾക്കാണ്ട്. പരുന്തിൻ്റെ കൂടുണ്ട് തോന്നുന്നു അതിൻ്റെ മുകളിൽ. അതാ കണ്ടില്ലേ ദൂരത്തെ ഇറമ്പനകളും കരിമ്പനകളും ഒക്കെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടില്ലേ അതിന്നിങ്ങനെ ശബ്ദം കേൾക്കാണ്ട് പരുന്തിൻ്റെ കരച്ചിൽ. ഇത് കാവിൽ ഇത് എല്ലാവരും വേഷം കെട്ടിയിട്ട് കുട്ടികളെ കരിവേഷം കെട്ടിച്ചിട്ട് അമ്മമാരും അച്ഛന്മാരും മുത്തശ്ശന്മാരും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നു. അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയാണത്. അങ്ങനെ ഈ കാവിൻ്റെ ഞാൻ കഴിഞ്ഞ കൊല്ലം ഇട്ടിട്ടുണ്ടേതാ തോന്നുന്നത്. വീഡിയോ ഇല്ലേ നോക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കൂടി ലിങ്ക് ഇടാം. എന്താ വ്യത്യാസം എന്ന് നോക്കോളൂ. ഇതാ കണ്ടില്ലേ കാവിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആലും വേപ്പും കണ്ടില്ലേ ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഈ കാവ് മോൾ ഭാഗം ഇല്ലല്ലോ, അപ്പം ഉള്ളിൽ കാവിൻ്റെ ഉള്ളിലുള്ള മരമാണത്. ഇതിൻ്റെ 4 പുറമാണ് കാവ് കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് പ്രതിഷ്ഠയും ആ മരത്തിൻ്റെ അടിയിൽ കേട്ടോ, ആൽമരത്തിൻ്റെ അടിയിൽ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്റ്റൈല്. അപ്പം മുമ്പൊക്കെ ഇവിടെ കോഴി ഇതൊക്കെ ഉണ്ടായിരുന്നു, കോഴി ഇറക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വേല ദിവസം രാവിലെ നമ്മളുടെയൊക്കെ വീട്ടിൽ വന്നിട്ട് അതിനുള്ള ആളുണ്ടാവും. അവർ വന്ന് കോഴി നമ്മുടെ പ്രാർത്ഥനയാവും, അപ്പോൾ കോഴിയെ കൊടുക്കും. അപ്പോൾ അവർ കൊണ്ടുപോകുമായിരുന്നു ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കുഞ്ഞു കരിവേഷങ്ങൾ പോകുന്നുണ്ടപ്പോഴേ കാണിച്ചു തരാൻ വിചാരിച്ചതാണ്. കണ്ടില്ലേ മുത്തശ്ശന്മാർ കൊണ്ടുവന്ന ചെറിയ കുഞ്ഞും വേഷങ്ങളുണ്ട്. ഇവരൊക്കെ വേഷം മാറ്റാൻ പോയി. കാരണം ഒരു ഈ സമയമായ ഇനി വെയിൽ വരും, വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ ക്ഷീണിക്കും. അപ്പോൾ അത് കാരണം അവർ ഈ നേരമാകുമ്പോഴേക്ക് വേഷം നിർത്തും. അപ്പം അങ്ങനെയാണ്. ഇവിടെയൊന്നും ആന, ശരിക്കുള്ള ആന ഇവിടെയും ഇല്ല. ഒക്കെ ഫൈബറിൻ്റെ തന്നെയായിരിക്കും ഇന്നലെ കണ്ടമാതിരി. അപ്പം ശരി, ഇതാ വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ ഇത് വേലകളൊക്കെ വരാൻ തുടങ്ങി. ഇത് നമ്മളുടെ വീട്ടിൻ്റെ ആ സൈഡിൽ നിന്നുള്ള വേലയാണ് കേട്ടോ. ഇരട്ടക്കാളയും അതേമാതിരി ഇരട്ടക്കാള, കൊട്ട് അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നലത്തെ മാതിരി 4 വേലയൊന്നും അല്ലേ ഉള്ളൂ. ഇവിടെ ഒരു 8 വേല അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരോ സ്ഥലത്തുനിന്ന് ഈ 4 പുറത്തുള്ള സ്ഥലത്തുനിന്നും വരും വേലകളെ. നമ്മൾ ഇത് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അവിടുത്തെ വേല വരികയാണ് കേട്ടോ. നമ്മൾ വരുമ്പോൾ കണ്ടതല്ല, ഇത് വേറെയാണേ. ഒറ്റക്കാളയുമുണ്ട് ഇരട്ടക്കാളയുമുണ്ട്. കണ്ടില്ലേ, ഇത് കുറച്ചും കൂടി വലിയ വേലയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ശരിക്കും തായമ്പകയല്ല, പഞ്ചവാദ്യമല്ല, പറക്കൊട്ട് മാതിരിയുണ്ട്. പറക്കൊട്ട്, ഹസ്സൽ കൊട്ട്. കുട്ടികളൊക്കെ കണ്ടില്ലേ യൂണിഫോം ഇട്ടിട്ട്. അപ്പോൾ ഇവരൊക്കെ മുമ്പേ കുട്ടി ഈ വേല ഈ സൈഡിൽ നിന്നുള്ളവർ അതിന് വേണ്ടി ഒക്കെ തയ്യാറെടുക്കുകയാണ് കേട്ടോ. മുമ്പൊന്നും ഇങ്ങനെയൊന്നും ഈ യൂണിഫോം ഇട്ടിട്ടുള്ള, ഇപ്പോൾ ഒക്കെ എല്ലാം സ്റ്റൈലായില്ലേ എല്ലാം. മുമ്പൊക്കെ ആരാ ഇതിനൊക്കെ പൈസ തരിക? ഞാൻ പറഞ്ഞില്ലേ വിഷ്കേന്നേട്ടം കൂടി വാങ്ങിയിരിക്കും നമ്മുടെ നിന്ന്. ഇത് കണ്ടോ, ഒരു ഒറ്റക്കാളയുണ്ട്, പിന്നെ പിന്നിൽ ഇരട്ടക്കാളയുമുണ്ട്. പിന്നെ അത് ദൂരത്ത് കണ്ടോ വേറെ വേല വരുന്നത്. ഓരോരോ ഗ്രൂപ്പാണ് കേട്ടോ, അവർ വരികയാണ്. അങ്ങനെ ഇത് രാവിലെ ഞാൻ കാണിച്ചില്ലേ, അതേ സ്ഥലമാണ്. ഇപ്പോൾ കണ്ടോ വേല കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇരിക്കണു, ഒക്കെ വെയിറ്റ് ചെയ്യാണ്. ഓരോരോ വേലകളും ഇതിൽ തന്നെ ഇറങ്ങി വരിക. ഇതാണ് വഴി. അപ്പോൾ മുകളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതാ കോലൈസ് ഐസ് തന്നെ കണ്ടു. പക്ഷേ മുമ്പത്തെ മാതിരി ഈ സേമിയ വെച്ച ഐസിനെ ഞാൻ എത്രയാ തിരയാണ് സേമിയ ഐസ് കഴിക്കാൻ വേണ്ടിയിട്ട്. മുമ്പൊക്കെ 10 പൈസയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ 1 രൂപയിലും വേണ്ടിയിട്ടായിരുന്നു വാങ്ങായിരുന്നു. അപ്പോൾ ഇതാണ് പറമ്പ് കേട്ടോ, വേലപ്പറമ്പ്. ഇതും അതെ, ഈ പാടങ്ങൾ തന്നെയാണ്. അപ്പോൾ നല്ല വലിയ പറമ്പായിട്ട് കിട്ടി ഇലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ തരത്തിലുള്ള വേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ഞാൻ പാലക്കാട് കാണിച്ചില്ലേ സിനിമാ നടന്മാരുടെ, സിനിമ കോമഡിയൻസിൻ്റെ ഓരോ സുരാജ് വെഞ്ഞാറമ്മൂടും പപ്പുവും ഒക്കെ ആയിട്ട് അങ്ങനെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ കാണുന്നു കഥകളി വേഷങ്ങളാണ്. അതേമാതിരി കഥകളി വേഷങ്ങൾ എടുത്തിട്ട് ഓരോ മനുഷ്യന്മാരനെ കേട്ടാ, അത് ഓരോ വേഷങ്ങൾ എടുത്തിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ അടുത്ത് പോയി നോക്കട്ടെ കേട്ടോ, അടുത്ത് പോയി കാണിച്ചേ. അപ്പോൾ കണ്ടില്ലേ, അതൊരു വേലയാണ് കേട്ടോ. വേറെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ കണ്ടില്ലേ റോട്ടിൽ നിന്നൊക്കെ. അത് വരുന്നേ ഉള്ളൂ. ഇവിടെ വന്നിറങ്ങിയ വേലയുടെയാണ് ഇത്. ഇവിടെ കുറച്ച് വലുതാണ്. ഇത് പൂതനന്തരയൊക്കെ കളി കഴിഞ്ഞ് പോകണു കണ്ടോ, കഴിച്ചിട്ട്. അന്ന് ഞാൻ കാണിച്ചിട്ടില്ലേ പൂതനന്തരയൊക്കെ അല്ലേ, പക്ഷെ കളി കാണാൻ പറ്റിയില്ല. ഇവരൊക്കെ കഴിഞ്ഞിരിക്കുന്നു, അതറിയില്ലായിരുന്നു ഇത്ര വേഗമാവുന്നേ. അപ്പോൾ വന്നില്ല. ഇവിടെ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങി നോക്കിയതാണ്. ഇവിടെ ഒരു ഇരട്ടക്കാള നിൽക്കുന്നുണ്ട്.
പിന്നെ ഇവിടെ കടലയൊക്കെ പുഴുങ്ങിയത് വെച്ചിട്ടുണ്ട് കണ്ടോ, കടല പുഴുങ്ങിയത്, ഉള്ളിയും മുളകും ഒക്കെ വേറെ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കൂടി കുലുക്കിയിട്ട് അങ്ങനെ. അപ്പം ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്താ വിചാരിച്ചു, 2 ആളുണ്ടോ വിചാരിച്ചു. ഇല്ല, ഒരാളാണ്. ഓരോ ആൾക്കാർ തോളിൽ എത്തിയിട്ടാണ് ഈ വിഷങ്ങളെ. അപ്പോൾ അവരുടെ കാല് കാണാണ്ട് അടിയിൽ കൂടെ അല്ലേ. ഞാൻ മനസ്സിലാക്കിയത് എന്തറിയോ, ഒരാൾ ക്ഷീണിച്ചിട്ട് അടിയിലേക്ക് ഇറങ്ങിപ്പോയി, അപ്പം മറ്റേ ആൾ കയറി തോളിലൊരു ഇത് ഇട്ടിട്ടാണ്. ഇപ്പം കരിവേഷമുണ്ട്, പച്ചവേഷമുണ്ട്, ചുവന്ന താടിയുണ്ട്, എല്ലാ കഥകളി ഇതുകളും. അന്ന് സിനിമാ നടന്മാരാണെങ്കിൽ ഇതുവരെ അപ്പോൾ ഇവരൊക്കെ ബുക്ക് ചെയ്യണം കേട്ടോ, ഓരോ സ്ഥലത്ത് ഉള്ളതാണ്. ഇവരെന്നെ കാണാൻ വേറെ വേലയിലും വേണമെങ്കിൽ. ഞാനേ തിരിച്ചു പോകണം. അപ്പം എല്ലാവരും പറയുന്നൊക്കെ ഉണ്ട് വേല കഴിഞ്ഞ് പോവാന്നൊക്കെ. അപ്പം എന്നാലും പോവുകയാണ്. എന്നാൽ ശരി കേട്ടോ, ടാറ്റാ.